നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂട്ടിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ക്രൂരമായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതികാര നടപടികൾ ഒഴിവാക്കാൻ പാകിസ്ഥാൻ ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയ ശേഷം മാരകമായ പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൈനിക പ്രതികരണത്തെക്കുറിച്ചുള്ള ഭയത്തിനിടയിൽ സംഘർഷം തടയണമെന്ന് പാകിസ്ഥാൻ നേതാക്കൾ ലോകത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭീകര ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രതിരോധ മന്ത്രി ആസിഫിൻ്റെ കുറ്റസമ്മതം എരുതിയിൽ എണ്ണയൊഴിച്ചു എന്ന് തന്നെ പറയണം. ഡൽഹി സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഇസ്ലാമാബാദിൻ്റെ നിരാശ വർദ്ധിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്രമണത്തെക്കുറിച്ചുള്ള നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ അന്വേഷണത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി, പ്രത്യേകിച്ച് TRFുമായി ആക്രമണത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ശക്തമായ ആരോപണങ്ങൾക്കിടയിലാണ് ഈ വാഗ്ദാനം പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക് തെളിവുകളെ പിന്തുടരുകയും മനുഷ്യ സ്രോതസ്സുകളെ പാകിസ്ഥാൻ പ്രദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് വിശദമായ തെളിവുകൾ സമർപ്പിച്ചുകൊണ്ടും 30ലധികം അംബാസഡർമാരെ വിവരമറിയിച്ചുകൊണ്ടും 13 ലോക നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടും പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടും ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയും നയതന്ത്ര ബന്ധങ്ങൾ മരവിപ്പിക്കുകയും വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പോലുള്ള സൈനിക സജ്ജീകരണങ്ങൾ അറബിക്കടലിൽ വിന്യസിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള ശിക്ഷാ നയതന്ത്ര നടപടികളും ഇന്ത്യ കൈക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അന്വേഷണത്തിന് വാഗ്ദാനം ചെയ്തിട്ടും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും പ്രാദേശിക നേതാക്കളും ഇതിനെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ്റെ പ്രാരംഭ ആരോപണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പാകിസ്ഥാൻ്റെ നിലപാട് കപടമാണെന്ന് വിമർശിക്കുകയും ചെയ്തു. അതേസമയം പ്രാദേശിക രോഷം പ്രതിഫലിക്കുന്ന തരത്തിൽ കാഠ്മണ്ഡുവിൽ പാകിസ്ഥാനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു എന്നതാണ്. UN സുരക്ഷാ കൗൺസിൽ പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യ നയതന്ത്രാക്രമണവും സൈനിക തയ്യാറെടുപ്പും ശക്തമാക്കുമ്പോൾ കൂടുതൽ സംഘർഷവും അന്താരാഷ്ട്ര ഒറ്റപ്പെടലും ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈ ഒരു അടവിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുക. സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമാണ്. ഇരു രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. അസ്ഥിരമായ കശ്മീർ മേഖലയിൽ കൂടുതൽ സംഘർഷമുണ്ടാകുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.